ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മെഷീൻ നൂല് വെച്ചിട്ടുള്ള മെഷീൻ ത്രെഡ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി എംബ്രോയിഡറി വർക്കാണ്. അതിനെ നമ്മൾ സൂചി കോർത്ത് വെക്കുക. ഇതാണ് ട്യൂബ് ബീഡ്സ്. ഈ ട്യൂബ് ബീഡ് വെച്ചിട്ടുള്ള വർക്കാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. കുറച്ച് നീളത്തിലാണ് അതുണ്ടാവുക. ഇന്നത്തെ ട്യൂബ് ബീഡ് ഉണ്ടാവും, കട്ട് ബീഡ്സും ഉണ്ടാവും. അതിലെ ട്യൂബ് ബീഡ്സ് വെച്ചിട്ടുള്ള വർക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഓൾറെഡി ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇതിലാണ് ഞാൻ എംബ്രോയിഡറി വർക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതിന് ഈ ട്യൂബ് ബീഡ്സിന് ഉപയോഗിക്കുന്നത് ബാക്ക് സ്റ്റിച്ച് ആണ്. അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം ഇങ്ങനെ എടുക്കുക. യൂസ് ചെയ്യുമ്പോൾ ഏതാണോ നമ്മുടെ കയ്യിലുള്ള ട്യൂബ് ബീഡ് സെയിം കളർ തന്നെ ത്രെഡ് ഉപയോഗിക്കാൻ മറക്കരുത്. എന്നിട്ട് ട്യൂബ് ബീഡ് ഇങ്ങനെ കോർത്തെടുത്ത് ഇവിടെ വെക്കാം. നമ്മൾ സൂചി താഴ്ത്തേണ്ടത് ഫ്രണ്ടിലല്ല, മറിച്ച് ബാക്കിലേക്ക്. ഈ ത്രെഡ് ബാക്കിലാണ് വന്ന് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ട്യൂബ് ബീഡിന്റെ കറക്റ്റ് സൈസിന്റെ അവിടെയാണ് നമ്മൾ സൂചി താഴ്ത്തേണ്ടത്. ഇങ്ങനെ താഴ്ത്തി കറക്റ്റായിട്ട് നിർത്താം. ഇതിന്റെ സൈസ് എത്രയാണോ അതിന്റെ കറക്റ്റായിട്ട് ഇവിടെ നമ്മൾ ഗ്യാപ്പ് കൊടുക്കണം. ശേഷം വീണ്ടും ട്യൂബ് ബീഡ് കോർത്തെടുത്ത് ആ ഗ്യാപ്പിൽ വെച്ച് വീണ്ടും കറക്റ്റായിട്ട് താഴ്ത്താം. ഗ്യാപ്പ് അവിടെ കാണരുത്. കണ്ടോ? ഇങ്ങനെ ഗ്യാപ്പ് ഇല്ലാണ്ട് കറക്റ്റായിട്ട് വേണം നമ്മൾ സൂചി താഴ്ത്തേണ്ടത്. അതിനുള്ള ഗ്യാപ്പ് നമ്മൾ വിട്ടിരിക്കണം. ഒന്നുകൂടി കാണിച്ചു തരാം. ഇങ്ങനെ ബാക്ക് സ്റ്റിച്ച് ആണ് ഉപയോഗിക്കുന്നത്. ട്യൂബ് ബീഡ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് സ്റ്റിച്ച് ആണ് ചെയ്യേണ്ടത്. ഇങ്ങനെ എടുക്കുക. ശേഷം ബാക്കിലോട്ടാണ് താഴ്ത്തേണ്ടത്. ഇത് നമ്മൾ ചെയ്ത് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റിച്ച് ആയിട്ടാണ് വരിക. നമുക്കിത് ചുരിദാറിന്റെ യോക്ക് പാട്ടിലൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്റ്റിച്ചാണ്. മക്കളുടെ ചുരിദാറിലും നമ്മുടെ ഡ്രസ്സിലൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു വർക്കാണിത്. ട്യൂബ് ബീഡിന്റെ വർക്ക് എല്ലാവരും ട്രൈ ചെയ്യണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. എൻ്റെ വീഡിയോസ് ആദ്യമായി കാണുന്ന എല്ലാവരും തുടർന്ന് കാണാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്തു പോരാം. ട്യൂബ് ബീഡ്സ് പല കളേഴ്സിൽ നമുക്ക് കിട്ടും. നമ്മുടെ ഡ്രസ്സിന്റെ കോമ്പിനേഷൻ അനുസരിച്ച് നമ്മൾ അതാത് കളേഴ്സ് ഉപയോഗിച്ച് ചെയ്യാൻ മറക്കരുത്. ചെയ്തു വരുമ്പോൾ നല്ല ഭംഗിയുള്ള വർക്കായിട്ട് അത് തീരും. അപ്പൊ ഞാൻ ചെയ്ത ഒരു ചെറിയൊരു മോട്ടീഫ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം.
ഇവിടെ ഒരു ചെറിയൊരു മോട്ടിഫാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതിൽ കണ്ടോ 2 ബീഡ്സ് ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് കട്ട് ബീഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത് റൈം സ്റ്റോൺസ് ആണ്. ഇതിന്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. എല്ലാവരും കാണണം, അതും സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീണ്ടും കാണാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.